ഈ ഒരു വാട്ടർഫാൾസിന്റെ കാഴ്ചയല്ല ഇപ്പൊ ഇവർ ആസ്വദിക്കുന്നത്. ഈ സുഹൃത്ത് ആരിസിന്റെ കുളിസീൻ ആസ്വദിക്കുകയാണ്. നമ്മളിപ്പോ ഉള്ളത് മിനിയൂട്ടിലാണ്. രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ വന്നു, ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല അതിമനോഹരം ഗംഭീരമായിട്ടുള്ള കോടേനാണ്. വീട്ടിൽ നിന്നും ജസ്റ്റ് 5 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞത്. സാധാരണ മിനിയൂട്ടിലെ കോട ആസ്വദിച്ചു പോവാറാണെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു വാട്ടർഫാൾസ് ആണ് കേട്ടോ. ഈ ഒരു വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് മിനിയൂട്ടിൽ നിന്നും കൊണ്ടോട്ടിയിലേക്ക് പോകുന്ന വഴിയിലാണ്. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് നമ്മൾ മനസ്സിലായത്. ഞങ്ങൾ ആരും ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് ഇങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ട് തന്നെ ഉള്ള ഡ്രസ് ഇട്ടിട്ടാണ് ഈ ഒരു വാട്ടർഫാൾസ് കാണാൻ എത്തിയിട്ടുള്ളത്. ഈ ഒരു വാട്ടർഫാൾസും നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും തമ്മിൽ ഏകദേശം 2.5 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു മിനിയൂട്ടി ആസ്വദിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാട്ടർഫാൾസും കൂടി ആസ്വദിച്ചു പോവാം. കാരണം അത് ഗംഭീരമായുള്ള കാഴ്ചയാണ്. സുഹൃത്ത് ആലിസിന് കാഴ്ച കണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഉള്ള മുണ്ടെടുത്തിട്ട് അവൻ നേരെ കുളിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കുളിക്കണമെന്നുണ്ട്. കാരണം ഞങ്ങളുടെ കയ്യിൽ തോർത്തോ സോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ കരുതിയിട്ടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ക്ഷമിച്ച് നിൽക്കുക കേട്ടോ. സുഹൃത്തുക്കളൊക്കെ കണ്ടില്ലേ. എന്തായാലും ഉയരം കൂടുന്തോറും ചായക്ക് കടുപ്പം കൂടും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉയരം കൂടുന്തോറും കുളിയുടെ ആസ്വാദനവും കൂടും. എന്തായാലും അത് ഗംഭീര കാഴ്ച തന്നെയാണ് കേട്ടോ. വരുമ്പോ ശ്രദ്ധിക്കണം, കാരണം വൈദ്യുതി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു വാട്ടർഫാൾസിന്റെ കാഴ്ചയല്ല ഇപ്പൊ ഇവർ ആസ്വദിക്കുന്നത്. ഈ സുഹൃത്ത് ആരിസിന്റെ കുളിസീൻ ആസ്വദിക്കുകയാണ്. എന്തായാലും ആരിസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, കാരണം വണ്ടിയുടെ സീറ്റൊക്കെ നനയോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളൊന്നും ഇറങ്ങാത്തത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇനി വെല്ല ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്താണ് സുഹൃത്ത് ആരിസിന് തല തോർത്താനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള മുണ്ട് പിഴിഞ്ഞിട്ടാണ് അവൻ തല തോർത്തുന്നത് കേട്ടോ. ഈ ഒരു വാട്ടർഫാൾസിന്റെ അതിഗംഭീര കാഴ്ചകളാണ്. നമ്മൾ ഇനി നേരെ പോകുന്നത് മിനിയൂട്ടി ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്തുള്ള വ്യൂ പോയിന്റ് കാണാനാണ്. എല്ലാവർക്കും ജോലി തിരക്കുള്ളത് കാരണം 9 മണിക്ക് മുന്നേ തന്നെ എല്ലാവർക്കും വീട്ടിലെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യൂ പോയിന്റിന്റെ കാഴ്ചയും കൂടി കണ്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് തിരിക്കാമെന്നാണ് കരുതുന്നത് കേട്ടോ. എന്തായാലും ഇവിടെ നമ്മളപ്പോ ഫൈനലി വ്യൂ പോയിന്റ് അവിടെ എത്തിയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്ത് ഒരു ഊട്ടി ഫീലിംഗ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു വൈബൊക്കെ വന്നു തുടങ്ങി, എനർജി ഒക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പൊ നമ്മളിത് നേരെ ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുന്നിലുള്ള ഈ ഒരു കാഴ്ച കാണുകയാണ്. ഏകദേശം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയി. ഇപ്പോൾ നല്ല അത്യാവശ്യം തിരക്കില്ലാത്ത കോടയും കാര്യമൊക്കെ ഈ ഒരു സ്ഥലത്തുണ്ട്. രാവിലെ 6 മണിക്ക് ഈ ഒരു വ്യൂ പോയിന്റ് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു കോട ആസ്വദിക്കാൻ ഈ ഒരു ഭാഗത്ത് സാധിക്കും കേട്ടോ. കാരണം നമ്മൾ ആ ഒരു വാട്ടർഫാൾസ് കണ്ടുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഭാഗമായിരിക്കും എല്ലാവരും വന്നിട്ട് കണ്ടു പോവാറുള്ളത്. വാട്ടർഫാൾസ് പൊതുവെ ആരും പോവാത്തൊരു ഏരിയ ആണ്. ഈ ഒരു വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒത്തിരി നല്ല നല്ല കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.